ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 10 സൃഷ്ടിഭേദ വർണ്ണനം. വൈകുണ്ഠവർദ്ധിത ബലോധ ഭവത്പ്രസാദാദംബോജയോ നിരസൃജൽ കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനഭിദേവഭേദാൻ മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ താവൽ സസർജമനസാസനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർനവാണിം താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശ നാമാനി മേ കുരു പതാനി ജഗാവിരിഞ്ചേത്യാദൗ രുരോധ കില തേന സരുദ്രനാമാ ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദൈതാവനിതാശ്ച ദത്വാ താവന്ദ്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഗസംപൂര്യമാണ ഭുവനത്രയഭീതചേതാ മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേത്യാചഷ്ടതം കമലഭൂർഭവദിരിതാത്മാ തസ്യാധ സർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിരാ ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷോ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ ധർമാദികാനഭിസൃജന്നത കർദമം ച വാണിം വിധായ വിധിരംഗത സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈരുദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ജൻ വേദാൻ പുരാണനിവഹാനഭിസർവവിദ്യാ കുർവന്നിജാനനഗണാ ചതുരാനനോऽസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിമപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോ ഭൂത് ജാനന്നുപായമത ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവമഭജന്മനു തദ്വദൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 10 സൃഷ്ടിഭേദങ്ങൾ.
ബ്രഹ്മാവിൻ്റെ വിവിധ തരത്തിലുള്ള സൃഷ്ടികളെ പറ്റിയാണ് ഈ ദശകത്തില് വിവരിക്കുന്നത്. ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടി ചെയ്യാൻ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മേൽപ്പത്തൂര് കഴിഞ്ഞ ദശകം അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വർദ്ധിതപരനായി തീർന്ന ആ ബ്രഹ്മാവ് പലതരത്തിലുള്ള സൃഷ്ടികൾ നടത്തുന്നത് ആണ് പറയുന്നത്. വൈകുണ്ഠ വർദ്ധിതബലോധഭവൽ പ്രസാദാദംഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യമിവഹാനപി ദേവഭേദാൻ. ബ്രഹ്മാവ് ആദ്യമായിട്ട് സൃഷ്ടിച്ചവയെ പറ്റി പറയുന്നു. മേൽപ്പത്തൂര് ഭഗവാനെ വിളിക്കുകയാണ്, വൈകുണ്ഠ, അല്ലയോ വൈകുണ്ഠവാസിയായിട്ടുള്ള ഗുരുവായൂരപ്പ, അവിടുത്തെ അനുഗ്രഹത്താല് വർദ്ധിച്ച ബലത്താല് തപോബലവും അതിബലവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ബ്രഹ്മാവിന് എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടത് എന്നുള്ള ആ ആശയം ഉറച്ചപ്പോൾ ആ താമരയിൽ നിന്നും ജനിച്ച ബ്രഹ്മാവ് ഭൂരുഹമയാണി, ആ ഭൂമിയില് മുളച്ചു വരുന്ന ആ ചെറിയ ചെടികള്, വള്ളികള്, കുറ്റിച്ചെടികള്, ചെറിയ മരങ്ങള് തുടങ്ങിയവയൊക്കെയും സ്ഥാസ്നൂനി, ആ ഇളക്കം തട്ടാത്തവയായിട്ടുള്ള പാറകളും പർവ്വതങ്ങളും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ തിര്യക് ജാതികളെയും ഒക്കെ സൃഷ്ടിച്ചു. അതിനുശേഷം മനുഷ്യനെയും ദേവ ഭേദങ്ങള്, അതായത് യക്ഷന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര് തുടങ്ങിയവയും ഒക്കെ സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയത്. അതായത് മനുഷ്യനെയും മൃഗങ്ങളെയും പർവ്വതങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് ഒരാള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരമയമാണ് ഈ ജഗത്ത്. ഈ സൃഷ്ടികൾക്ക് ശേഷം ബ്രഹ്മാവ് പെട്ടെന്ന് തന്നെ കുറച്ച് തമപ്രധാനമായിട്ടുള്ള സൃഷ്ടികൾ നടത്തി. തമപ്രധാനമായിട്ടുള്ള 5 വിഷയങ്ങളെ സൃഷ്ടിച്ചു. മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപ ഭീതി. മിഥ്യാഗ്രഹം, ആ തെറ്റിദ്ധാരണ, എന്നിൽ നിന്നും വേറിട്ട് മറ്റൊന്ന് ഉണ്ടെന്നുള്ള ധാരണ, ഈ പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള വിശ്വാസം. അസ്മിമതി, ഞാൻ എന്ന ഭാവം, എൻ്റേത് നിൻ്റേത് എന്ന അഹങ്കാരം. രാഗം, ധനം, ഭൂമി തുടങ്ങിയവയോടുള്ള അതിയായ ആഗ്രഹം. വികോപം, അത് കിട്ടാത്തതിലുള്ള അധികമായിട്ടുള്ള കോപം. ഇനി ഇവയെല്ലാം കൂടി ചേർന്നതായിട്ടുള്ള ഇനി ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഭയം, ഭീതി. ഇങ്ങനെയുള്ള 5 അജ്ഞാനപ്രകരങ്ങളായിട്ടുള്ള സൃഷ്ടികള് നടത്തി. ഈ പ്രപഞ്ചം നമ്മിൽ നിന്നും വേറിട്ട ഒന്നല്ല. അതുപോലെ ധനം, സ്വത്ത് ഇവയൊക്കെ കിട്ടണമെന്നുള്ള ആഗ്രഹം പാടില്ല. ഇനി ഉണ്ടാക്കിയത് പോകുമോ എന്നുള്ള ഭയം. ഇവയൊക്കെ തന്നെ സംസാര ബന്ധത്തെ ഉണ്ടാക്കുന്നവയാണ്. മോക്ഷം സാധകമല്ല. ബ്രഹ്മാവ് ഈ സൃഷ്ടികളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ടല്ല, അനിയന്ത്രിതമായിട്ട് സൃഷ്ടിച്ചു പോയതാണ് ബ്രഹ്മാവ് എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 സൃഷ്ടികൾ നടത്തി കഴിഞ്ഞപ്പോൾ തൻ്റെ അജ്ഞാനം കൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത സൃഷ്ടികളൊക്കെ ഉണ്ടായതെന്നുള്ള ബോധം ബ്രഹ്മാവിനുണ്ടായി. ഉത്ഥാമ താമസ പദാർത്ഥ വിധാനധൂന. താമസ ഗുണത്തിന് പ്രാധാന്യമുള്ളതായിട്ടുള്ള, അതായത് സത്വഗുണപ്രധാനമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാന് ചേർന്നതല്ല ഇവയൊന്നും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ളവയെ സൃഷ്ടിച്ചുവല്ലോ എന്നുള്ള വല്ലാത്ത ദുഃഖം ഉണ്ടായി. ബ്രഹ്മാവ് വല്ലാതെ പശ്ചാത്തപിച്ചു. ആ അജ്ഞാനത്തിൽ നിന്നും അജ്ഞാനമൊക്കെ തന്നിൽ നിന്നും നീങ്ങി വിശുദ്ധി കൈവരിക്കാനായിട്ട് ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് ബ്രഹ്മാവിന്
മനസ്സിലായി. ത്വദീയ ചരണസ്മരണം തേനെ. ആ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ ബ്രഹ്മാവ് ധ്യാനിച്ചു. എൻ്റെ ഈ തെറ്റുകളെയൊക്കെ അവിടുന്ന് പൊറുക്കണേ എന്ന ചിന്തയോടുകൂടി ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ ബ്രഹ്മാവ് ധ്യാനിച്ചു. അതിനുശേഷം പിന്നീട് ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടികൾ നടത്തി. ആദ്യമായിട്ടും ബ്രഹ്മാവിൻ്റെ മനസ്സുകൊണ്ട് ബ്രഹ്മാവ് 4 മുനിമാരെയാണ് സൃഷ്ടിച്ചത്. അവരാണ് സനകാദികൾ. എന്നും കുട്ടികളായിട്ട് തന്നെ ഇരിക്കുന്ന 4 മുനിമാര്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഇങ്ങനെ 4 പേരാണ് അവര്. ഭഗവാന്റെ സ്മരണ കൊണ്ട് വിശുദ്ധി പ്രാപിച്ച ബ്രഹ്മാവാണ് ഇവിടെ 4 മുനിമാരെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവരും ഭഗവത് ഭക്തിയില് മുഴുകിയവര് ആയിരുന്നു. മേൽപ്പത്തൂര് പറയാണ്, തൊൽപാദ ഭക്തി രസിക. ആ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളില് ഭക്തി ഉറപ്പിച്ചവരായിരുന്നു ഈ സനകാദികള്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് ഈ സനകാദികളോട് എന്നെ പോലെ നിങ്ങളും സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവര് ആ അച്ഛൻ്റെ വാക്കിനെ കേട്ടില്ല. അതായത് ജനിച്ചപ്പോൾ തന്നെ ഭഗവാനിൽ ഭക്തി ഉറച്ച അവര് ഇനി ഒരു സൃഷ്ടി നടത്താനുള്ള താല്പര്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. താൻ സൃഷ്ടിച്ച തൻ്റെ കുട്ടികള് തന്നോട് എതിർത്തു പറയുന്നു എന്നായപ്പോൾ ബ്രഹ്മാവിന് കലശലായ കോപം ഉണ്ടായി. ബ്രഹ്മാവ് ആ കോപമൊക്കെ അടക്കി നിർത്തി. എങ്കിലും ആ ബ്രഹ്മാവിൻ്റെ 2 പുരികങ്ങളുടെ മധ്യത്തിൽ നിന്നും പെട്ടെന്നൊരു സൃഷ്ടി ഉണ്ടായി. ഭഗവാനെ അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള മൃഡൻ ഭഗവാൻ പരമേശ്വരൻ ജനിച്ചു. ജനിച്ചപ്പോൾ തന്നെ, ഹേ സൃഷ്ടികർത്താവെ, എനിക്ക് പേരുകളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരുമോ എന്ന് ഉറക്ക നിലവിളിച്ചു കരഞ്ഞുകൊണ്ടാണ് ശിവൻ അവതരിച്ചത്. അങ്ങനെ ഉറക്ക രോദനം ചെയ്തതുകൊണ്ടാണ് രുദ്രൻ എന്ന പേര് ലഭിച്ചത് എന്ന് മേൽപ്പത്തൂർ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവരെ 3 പേരെയും ത്രിമൂർത്തികളായിട്ടാണ് കൽപ്പിക്കുന്നത് എന്ന് ഭാഗവതത്തില് പറഞ്ഞിട്ടുണ്ട്. ഹരി, വിരിഞ്ചൻ, ഹരൻ, ഈ 3 പേരും ഒരേ അംശത്തിന്റെ ഏകനായ പുരുഷന്റെ 3 ഭാവങ്ങൾ തന്നെയാണ്. ഇവര് സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും ദേവന്മാരായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ബ്രഹ്മാവ് ആ രുദ്രന് നാമങ്ങളും സ്ഥാനങ്ങളും ഒക്കെ കൽപ്പിച്ച് കൊടുക്കുന്നു. ബ്രഹ്മാവ് ആ ഭഗവത് പ്രേരണയാല് രുദ്രന് 11 പേരും അതിന് ചേർന്ന 11 സ്വരൂപങ്ങളും കൊടുത്തു. ആ ഏകാദശ രുദ്രന്മാർക്കും 11 വനിതകളെ ഭാര്യമാരായിട്ടും നൽകി. അതിനുശേഷം 11 സ്ഥാനങ്ങളും കൽപ്പിച്ചു നൽകി. ബ്രഹ്മാവ് രുദ്രനോട് പറഞ്ഞു, ഇനി നീ പ്രജകളെ സൃഷ്ടിച്ചോളൂ. ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം രുദ്രൻ സൃഷ്ടികൾ നടത്തി. രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കര രൂപികളായിട്ടുള്ള ആ രുദ്രന്മാരുടെ ഗണങ്ങള് 3 ലോകത്തിലും നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ഉള്ളില് ഭയമുണ്ടായി. അപ്പോൾ ആ ഭഗവാനെ അവിടെ നിന്ന് ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചതനുസരിച്ച് ബ്രഹ്മാവ് രുദ്രനോട് പറഞ്ഞു, അരുത്, അങ്ങ് ഇനി പ്രജാസൃഷ്ടി ചെയ്യരുത്, അങ്ങ് ആ ലോക നന്മയ്ക്കായിട്ട് തപസ് ചെയ്താലും എന്ന് രുദ്രനോട് പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവ് മരീചി തുടങ്ങിയിട്ടുള്ള മുനിമാരെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന്റെ ഓരോ അംഗങ്ങളിൽ നിന്നാണ് അവര് ഉണ്ടായത്. മരീചി മനസ്സിൽ നിന്നും, അത്രി നേത്രത്തിൽ നിന്നും, അങ്കിരസ മുഖത്തു നിന്നും, ക്രതുമുനി കയ്യിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം ആ ഭഗവാന്റെ തന്നെ ഏറ്റവും ഉത്തമ ഭക്തനായിട്ടുള്ള നാരദ മഹർഷി ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞു.
പിന്നീട് ബ്രഹ്മാവ് ധർമ്മദേവനെയും ധർമ്മദേവൻ തുടങ്ങിയിട്ടുള്ള മറ്റ് ദേവന്മാരെയും കർദമനെയും ഒക്കെ സൃഷ്ടിച്ചു. അതിനുശേഷം സരസ്വതിയെ സൃഷ്ടിച്ചു. ആ സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് വല്ലാതെ കാമപരവശനായിട്ട് തീർന്നു. എങ്കിലും ആ ഭഗവാന്റെ പ്രേരണയാല് സനകൻ, ദക്ഷൻ തുടങ്ങിയ മക്കള് ഓർമ്മിപ്പിച്ചപ്പോൾ ബ്രഹ്മാവ് അതിൽ നിന്നും പിന്തിരിഞ്ഞു. ആ ജ്ഞാനത്തെയൊക്കെ കൈവെടിഞ്ഞിട്ട് അതിൽ നിന്നും പിന്മാറി. പിന്നീട് ബ്രഹ്മാവ് തൻ്റെ 4 മുഖങ്ങളിൽ നിന്നും 4 വേദങ്ങള്, 18 പുരാണങ്ങള്, ഉപനിഷത്തുകള്, ഇതിഹാസങ്ങള് തുടങ്ങിയവയും ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള സകല വിദ്യകളെയും നിർമ്മിച്ചു. താൻ നിർമ്മിച്ച ആ വിദ്യകളെയെല്ലാം മരീചി തുടങ്ങിയിട്ടുള്ള തൻ്റെ പുത്രന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം താൻ ഇത്രയൊക്കെ സൃഷ്ടികൾ നടത്തി, കുറെ സൃഷ്ടികൾ നടത്തി, എന്നിട്ടും വീണ്ടും വീണ്ടും അതിൽ നിന്നൊക്കെ വീണ്ടും സൃഷ്ടികൾ ഉണ്ടായി വരുന്നില്ല. രുദ്രൻ മാത്രമാണ് കുറെ സൃഷ്ടികൾ നടത്തിയത്. അതൊക്കെയാണെങ്കിൽ ഭയാനകങ്ങളുമായിരുന്നു. അപ്പം തൻ്റെ സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കാത്തത് കൊണ്ട് അതിൽ ബ്രഹ്മാവിന് വളരെയധികം ദുഃഖമുണ്ടായി. ബ്രഹ്മാവ് അവസാനം, ഗുരുവായൂരപ്പ ഭഗവാനെ, അവിടുത്തെ തന്നെ ശരണം പ്രാപിച്ചില്ലേ? അങ്ങനെ ആ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രഹ്മാവിന് ഒരു വഴി തെളിഞ്ഞു വന്നു. ബ്രഹ്മാവ് തൻ്റെ ദേഹത്തെ 2ആയിട്ട് പകുത്ത് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. അവരാണ് സ്വയംഭൂമനുവും ശതരൂപാദേവിയും. ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് മേൽപ്പത്തൂര് പറയുകയാണ്: ഹേ ഗുരുവായൂരപ്പ, മാരുതപുരേശ, ഗോവിന്ദ, പശുക്കളെയും ഭൂമിയെയും ഒക്കെ രക്ഷിക്കുന്ന അവിടുന്ന് ആ മനുവിലൂടെയും ശതരൂപയിലൂടെയും മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവിടുന്ന് എൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കി അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.